ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LDC എക്സാംസിന് നമുക്കറിയാം 3 മാസവും ഒരു 10-15 ദിവസം, ആകെ ഒരു 100 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോട് കൂടി കൂട്ടിവെക്കാനും ഇനിയുള്ള എല്ലാ റിവിഷനും ചെയ്യാൻ മാത്രമാണ് നമ്മുടെ മുമ്പിൽ സമയമുള്ളത്. ഒരു LDC എക്സാമിനെ അപേക്ഷിച്ച് 100 ദിവസം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ലാസ്റ്റ് ഫേസ് ആണ്. ഒരു ഓട്ട മത്സരത്തിലെ ലാസ്റ്റ് റൗണ്ടാണ് 3 മാസം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സിലബസ് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടുതട്ടിയെടുക്കാനും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പഠനം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മാത്രമേ ഈ സമയം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് LDC എക്സാമിന് ഇനിയുള്ള 100 ദിവസം എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഒരു അടുക്കും ചിട്ടയോടെ ആണോ എന്ന് നോക്കാനാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏകദേശം 2020 ശേഷമുള്ള ഒരു 20-25 നമ്മുടെ 10th ലെവൽ ക്വസ്റ്റ്യൻസ് പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും, മെയിൻസിന്റെ ഒക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് ഓരോ വിഷയത്തിലും വന്നിരിക്കുന്ന ടോപ്പിക്സിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഭരണഘടനയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ എന്ന ഭാഗത്താണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അത്തരം ടോപ്പിക്കുകൾ കണ്ടെത്തിയിട്ട് ആ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പിക്കുക. അതോ ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാനുള്ള ടോപ്പിക്ക് 1-2 ദിവസം എടുത്തിട്ടായിരിക്കും നിങ്ങൾ എല്ലാ ടോപ്പിക്കും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് നഷ്ടമായിരിക്കില്ല. നിങ്ങൾ ആ 2 ദിവസം പഠിച്ചില്ലല്ലോ എന്ന് ഓർക്കണ്ട. പക്ഷെ കൃത്യമായിട്ട് എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതൊരു പഠനത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ കൃത്യമായിട്ട് അത് ചെയ്തു വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് വിഷയത്തിലെ ഏത് ടോപ്പിക്കാണ്, അതായത് ചോദിച്ച ഏത് ടോപ്പിക്കാണ് ഞാൻ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കി പോയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയതെന്ന് മനസ്സിലാവും. അത് തീർച്ചയായിട്ടും പഠിക്കുക. ഓൾറെഡി ആ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുമ്പോൾ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു പോവുകയാണ്. ആ ഒരു ദിവസം 2 ദിവസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് ഓർമ്മ വരും. പിന്നെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഓർമ്മ വരും. അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 3 വിഷയം 30 മാർക്ക്, ഒരു 25-24 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളെ റാങ്കിൽ മുന്നിലെത്തിക്കും. ഇപ്പോഴത്തെ CPO സമരം നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അത് എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ ഏകദേശം 70-80% റാങ്ക് ലിസ്റ്റിൽ ആൾക്കാർ എടുത്ത അവസ്ഥയിൽ ഇപ്പോൾ 26-27% മാത്രമാണുള്ളത്. അപ്പൊ LDCന്റെ അവസ്ഥയും LGSന്റെ അവസ്ഥയും ഒക്കെ ഇപ്പോൾ ഉള്ളതും ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിന്റെ ഒക്കെ അവസ്ഥ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് വരണമെന്നതിൽ ഒരു സംശയമില്ല. കാലം കഴിയുന്നതിന് അത് കൂടി അതിന്റെ ഒരു റാങ്ക് കിട്ടുന്നവരുടെ എണ്ണം കുറഞ്ഞ്, മീൻസ് റാങ്ക് കയറിയിട്ട് ലിസ്റ്റിൽ കയറി ജോലി കിട്ടുന്നവരുടെ എണ്ണം കുറഞ്ഞു വരും. അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിലേക്ക് എത്തണം. അപ്പോൾ സാധാരണഗതിയിൽ പഠിക്കുന്ന പോലെ പഠിച്ചാൽ പോരാ. ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ആദ്യം ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സ്, നമ്മൾ പറഞ്ഞ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ 3 വിഷയത്തിൽ കൃത്യമായിട്ട് ഇനിയുള്ള എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. മറ്റ് പബ്ലിക്കേഷൻസിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. റാങ്ക് ഫയൽ നോക്കണം. നിങ്ങൾക്ക് പറ്റാവുന്നിടത്തൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം. അതിൽ SSCയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് വൊക്കാബുലറി യൂസ് ചെയ്യണം, നല്ലതാണ്. അതുപോലെ ഹിന്ദു പറ്റുവാണെങ്കിൽ വൊക്കാബുലറി മാത്രം തരുന്ന ചാനൽസുകളിൽ നോട്ട് ചെയ്ത് പോവുക. പിന്നെ വേണ്ടതാണ് കറണ്ട് അഫയേഴ്സ്. 20 മാർക്കുണ്ട്. നമ്മുടെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് വെയിറ്റേജ് ഉള്ളത് കറണ്ട് അഫയേഴ്സിനാണ്. ആ കറണ്ട് അഫയേഴ്സും തീർച്ചയായിട്ടും 20 മാർക്കിന് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോഴേ റിവൈസ് ചെയ്യണം. നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുണ്ടാവും, അതും റിവൈസ് ചെയ്യുക. ഇപ്പോഴുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുന്ന കാര്യങ്ങൾ. 2 ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. 3 കറണ്ട് അഫയേഴ്സ്. പിന്നെയുള്ളത് പബ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ PSC ബുള്ളറ്റിൻ പോലുള്ളവ. അതുപോലെ ക്വസ്റ്റ്യൻ പൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ LDC എക്സാമിൽ 2-3 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്, അത് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ എക്കോണമി ഈ 2 മേഖലയിൽ നിന്നാണെന്ന് തോന്നുന്നു. അത് കൃത്യം അത് ഉള്ള പോലെ, മീൻസ് ക്വസ്റ്റ്യൻ പൂളിലുള്ള അതേ ക്വസ്റ്റ്യൻസ് വന്നതാണ്. സോ ക്വസ്റ്റ്യൻ പൂളിൽ ഓരോ ചാപ്റ്റേഴ്സിനും പ്രത്യേകിച്ച് 8, 10, 9, 8 അങ്ങനെ പുറകോട്ട് പോയാൽ മതി. 10ാം ക്ലാസ്, 9ാം ക്ലാസ്, 8ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സമയം ഉണ്ടെങ്കിൽ 6, 7, 5 അതും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ചാപ്റ്റേഴ്സും തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുക, പ്രത്യേകിച്ച് സയൻസ്, സോഷ്യൽ വിഷയങ്ങളിൽ. പിന്നെ വേണ്ടതാണ് നമ്മുടെ PSC ബുള്ളറ്റിനിൽ വരുന്ന ആനുകാലിക വിഷയങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെ ആനുകാലികം എവിടെ കിട്ടിയാലും പഠിക്കണം. പക്ഷെ നമുക്ക് ഈ ഫാക്ട് എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഇവിടുത്തെ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ നടന്നു പോയതാണെങ്കിലും ഇനി വരുന്ന ഇനി കിട്ടിയിട്ടുള്ള കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഓരോ ദിവസം ഓരോ എക്സാം തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക. ഓരോ ദിവസവും എക്സാം നടത്തുന്ന ടെലഗ്രാം ചാനൽസും ഫ്രീ ആയിട്ട് എക്സാം നടത്തുന്ന
ടെലഗ്രാം ചാനൽസ് ഉണ്ട്, അതുപോലെ തന്നെ ആപ്പുകളുണ്ട്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അത് വെച്ച് ചെയ്യുക. ഇനി പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും ചെയ്യുക. അപ്പൊ ഇനിയുള്ള ദിവസം ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ അത് തന്നെയായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പക്ഷെ എങ്ങനെ മുമ്പോട്ട് പോകും എന്നാണ് ഇപ്പൊ എല്ലാവരും കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ പേടിക്കേണ്ട, എല്ലാവരുടെ തലയിലും അതുപോലെ തന്നെയാണ്. എല്ലാവരും ടെൻഷനിലാണ്. പക്ഷെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസത്തിലും കൂടി, ഇനിയിപ്പോൾ അല്ല ഒന്നും തുടങ്ങാത്തവരാണെങ്കിൽ തന്നെ ഞാൻ പറയും ഒരു ശ്രമം നിങ്ങൾ നടത്തി നോക്കണം എന്നാണ് പറയാനുള്ളത്. അല്ല ഓൾറെഡി പഠിച്ചു വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങളും ഇനി മുമ്പോട്ടുള്ള കാര്യം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ചാനൽ ഇപ്പം ഇന്നലെ ഒരു ഇംഗ്ലീഷിന്റെ വീഡിയോ നമ്മുടെ SSC അതുപോലെ ഹിന്ദു വൊക്കാബുലറി ചെയ്തതാണ്. അതുപോലെ ക്ലാസ്സുകൾ തരാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഫുൾ വീഡിയോസിനും ക്ലാസ്സിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്